നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള ഉദ്യോഗപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ അധ്യായങ്ങളിലെ കഥകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വൃത്രവത്തം ശല്യർ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഉപകഥയായിട്ട് മഹാഭാരതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഭാഗവതത്തിൽ പറയുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് മഹാഭാരതത്തിൽ ഇത് കാണുന്നത്. അപ്പം ഇത് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിലെങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശല്യരാണിപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, യുധിഷ്ഠിരനാണ് കേൾക്കുന്നത്. ഇതിന് മുൻപുള്ള ഭാഗം കേൾക്കണമെന്നുള്ളവർ ഇതിന് മുമ്പിലുള്ള വീഡിയോകൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശല്യൻ കഥ തുടരുകയാണ്. മുനിമാരും ദേവന്മാരും സ്വർഗത്തിലെ നേതാക്കളും ഈ അവസരത്തിൽ ആലോചന നടത്തി. ഇന്ദ്രൻ പോയപ്പോൾ സ്വർഗലോകം തുണിയില്ലാതാകരുത് എന്ന് കരുതി അവരെല്ലാവരും കൂടി പ്രതാപശാലിയും നീതിമാനുമായിട്ടുള്ള നകുഷൻ്റെ അടുത്ത് ചെന്ന് ദേവരാജ്യമായി സ്ഥാനമേൽക്കണമെന്ന് അപേക്ഷിച്ചു. നകുഷൻ അവരുടെ അപേക്ഷ കേട്ടപ്പോൾ തൻ്റെ ഇഷ്ടം ആലോചിച്ച് ആ മുനിമാരോടും പിതൃക്കളോടും ഇപ്രകാരം പറഞ്ഞു: തപസ് തന്നെ സമ്പാദ്യമായി ഉള്ളവരെ, പിതൃക്കളെ, ഞാൻ ബലഹീനനാണ്. എനിക്ക് നിങ്ങളെ ഭരിക്കാനുള്ള കരുത്തില്ല. കരുത്തുള്ളവനല്ലേ രാജാവാകേണ്ടത്. ആ വലിയ കരുത്ത് ഇന്ദ്രനല്ലേ ഉള്ളൂ. ഇപ്രകാരം നകുഷൻ പറഞ്ഞപ്പോൾ ഋഷിമാർ അടക്കമുള്ള ദേവന്മാർ അവനോട് പറഞ്ഞു: ഞങ്ങളുടെ തപസ്സിൻ്റെ കരുത്ത് സ്വീകരിച്ചുകൊണ്ട് താങ്കൾ സ്വർഗരാജ്യം ഭരിക്കൂ. രാജാവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പരസ്പരം ഭയപ്പെട്ടാണ് കഴിയുന്നത്. അതുകൊണ്ട് അങ്ങ് സ്ഥാനമേറ്റ് ദേവരാജാവാകണം. ദേവന്മാർ, ദാനവന്മാർ, യക്ഷന്മാർ, മുനിമാർ, രാക്ഷസന്മാർ, ഗന്ധർവന്മാർ എന്നിവരെയെല്ലാം താങ്കൾ സ്വർഗത്തിൽ സംരക്ഷിച്ചുകൊള്ളുക. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹത്തെ സമ്മതിപ്പിച്ച് സ്ഥാനാരോഹണം നടത്തി നകുഷനെ ദേവന്മാരുടെ ഇന്ദ്രനാക്കി വാഴിച്ചു. ലോകനാഥനായി ധർമ്മത്തെ മുൻനിർത്തി അദ്ദേഹം സ്വർഗലോകം ഭരിച്ചു. വളരെ അപൂർവമായിട്ടുള്ള വരവും നേടി. ദേവരാജാവായി നകുഷൻ പുണ്യവാനായി സ്വർഗം ഭരിച്ചു വരികെ ക്രമേണ അദ്ദേഹം ആഗ്രഹത്തിന് അടിമയായി തീർന്നു. സ്വഭാവത്തിന് മാറ്റം വന്ന മഹിഷൻ എപ്പോഴും വിനോദങ്ങളിൽ മുഴുകാൻ തുടങ്ങി. ദേവോദ്യാനങ്ങളിലും നന്ദനോപാവന്യങ്ങളിലും കൈലാസ പർവ്വതങ്ങളിലും ഹിമവൽ പർവ്വതങ്ങളിലും മന്ദരപർവ്വതത്തിലും ശ്വേതപർവ്വത്തിലും മഹേന്ദ്രപർവ്വത്തിലും മലയപർവ്വത്തിലും പൊയ്ക, പുഴ, സമുദ്രം എന്നിവിടങ്ങളിലുമൊക്കെ അപ്സരസുകളോടും ദേവകന്യകമാരോടും ചേർന്ന് ദേവരാജാവായിട്ടുള്ള നകുഷൻ പല രീതിയിൽ വിനോദിച്ചു. പലതരം ദിവ്യതകൾ കേട്ടും സംഗീതവും വാദ്യങ്ങളും ആസ്വദിച്ചും ദിവസങ്ങൾ സന്തോഷകരമായി കഴിഞ്ഞു. വിശ്വാവസു, നാരദൻ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, 6 ഋതുക്കൾ എന്നിവരൊക്കെ ആ ഇന്ദ്രനെ സേവിച്ചു. ഇങ്ങനെ ദിവ്യമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ ദുഷ്ടനായി മാറിയ നകുഷൻ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഇന്ദ്രപത്നിയായിട്ടുള്ള ശചീദേവിയെ കണ്ടു. ശചീദേവിയെ കണ്ട നകുഷൻ തൻ്റെ കൂടെയുള്ളവരോട് ചോദിച്ചു: ഇന്ദ്രൻ്റെ പത്നിയായിട്ടുള്ള ദേവി എന്തുകൊണ്ട് എന്നോടൊപ്പം വരുന്നില്ല? ഞാൻ ദേവന്മാർക്കെല്ലാം ഇന്ദ്രനായിട്ടിരിക്കെ, ലോകങ്ങൾക്കെല്ലാം നാഥനായിട്ടിരിക്കെ ശചീദേവി എന്തുകൊണ്ട് എന്നെ സ്വീകരിക്കുന്നില്ല? ഇത് ശരിയല്ല. ഉടനെ ശചീദേവി എൻ്റെ കൊട്ടാരത്തിലെത്തണം. ഈ വാക്കുകൾ കേട്ടിട്ട് ദേവി ദുഃഖത്തോടെ ബൃഹസ്പതിയെ ചെന്ന് കണ്ടു. മുനിയെ, അങ്ങ് നകുഷനിൽ നിന്ന് എന്നെ രക്ഷിക്കണം. താങ്കളല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള താങ്കൾ പറയാറില്ലേ, നീ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവളാണ്, ദേവേന്ദ്രൻ്റെ പ്രധാന പത്നിയാണെന്നും, എന്ന് സുമംഗലിയായി പതിവ്രതയായി സുഖമായി വാഴുക എന്ന്. താങ്കൾ എന്നെ പണ്ട് അനുഗ്രഹിച്ച് ആ വാക്കുകൾ സത്യമാക്കണമേ. ഭഗവാനെ, താങ്കൾ പാഴ്വാക്കുകൾ പറയാറില്ലല്ലോ. താങ്കൾ പറഞ്ഞ വാക്കുകൾ സത്യമാക്കിയാലും. ഇപ്രകാരം പേടിച്ച് വിറച്ച് പറയുന്ന ഇന്ദ്രാണിയോട് ബൃഹസ്പതി പറഞ്ഞു: ദേവി, നിന്നോട് ഞാൻ പറഞ്ഞ വാക്കുകൾ തീർച്ചയായും സത്യമാകും. ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനെ നീ ഉടനെ കാണാനിടയാകും. ഭയപ്പെടേണ്ട, ഞാൻ ഈ പറയുന്ന വാക്ക് സത്യമാണ്. അധികം താമസിയാതെ ഞാൻ നിന്നെ ഇന്ദ്രനോട് ചേർക്കുന്നതാണ്. ഇങ്ങനെ ഇന്ദ്രാണിയെ ബൃഹസ്പതി ആശ്വസിപ്പിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോൾ നകുഷൻ കോപിച്ചു. ഇന്ദ്രാണി ബൃഹസ്പതിയെ ശരണം പ്രാപിച്ച വിവരം അറിഞ്ഞപ്പോൾ നകുഷൻ വല്ലാതെ ക്രുദ്ധനായി തീർന്നു. ശല്യർ കഥ തുടരുകയാണ്. മുനിമാരും ദേവന്മാരും ക്രുദ്ധനായിട്ടുള്ള നകുഷനെ കണ്ടു. കോപത്താൽ ഭയങ്കര രൂപിയായിട്ടുള്ള നകുഷനോട് ദേവന്മാർ പറഞ്ഞു: അല്ലയോ ദേവരാജാവേ, അങ്ങ് കോപിക്കാതിരിക്കൂ. താങ്കൾ കോപിച്ചാൽ ലോകത്തിലുള്ള സകലരും ഭയപ്പെട്ടു പോകും. അല്ലയോ പുണ്യപുരുഷ, താങ്കൾ കോപം ഉപേക്ഷിക്കൂ. താങ്കളെപ്പോലെയുള്ളവർ ഒരിക്കലും കോപിക്കില്ല. ദേവന്മാർ പറഞ്ഞു: ശചീദേവി മറ്റൊരാളുടെ ഭാര്യയല്ലേ? അല്ലയോ ദേവരാജാവേ, പ്രസാദിച്ചാലും താങ്കൾ പരസ്ത്രീ ബന്ധത്തിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കൂ. താങ്കൾ ധർമ്മം കൊണ്ട് ദേവനാണല്ലോ, ലോകം മുഴുവനും സംരക്ഷിക്കൂ. താങ്കൾക്ക് മംഗളം ഭവിക്കും. ഇപ്രകാരം ദേവകളും ഋഷിമാരും പറഞ്ഞ നല്ല ഉപദേശങ്ങൾക്കൊന്നും കാമമോഹിതനായിട്ടുള്ള നകുഷൻ, ഇപ്രകാരം ദേവന്മാരും ഋഷിമാരും പറഞ്ഞ നല്ല ഉപദേശങ്ങളൊന്നും കാമത്താൽ മോഹിതനായിട്ടുള്ള നകുഷൻ സ്വീകരിച്ചില്ല. നകുഷൻ ഇപ്രകാരം ചോദിച്ചു: ഉടൂ ദേവന്മാരെ, ഞാനിന്ന് ചോദിക്കട്ടെ, പണ്ട് മുനിപത്നിയായിട്ടുള്ള അഹല്യയെ ഇന്ദ്രൻ ബലമായി സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോൾ എന്തേ നിങ്ങൾ തടയാതിരുന്നത്? അന്ന് അഹല്യയ്ക്ക് ഭർത്താവ് ഉള്ളപ്പോഴല്ലേ അവൻ അതിന് മുതിർന്നത്? പണ്ട് ഇന്ദ്രൻ പല ക്രൂരകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്.
ധർമ്മം തെറ്റിച്ച് പല ചതികളും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് തടഞ്ഞില്ല? എന്നോട് മാത്രം എന്താണ് ഇതിങ്ങനെ? ഞാൻ പറയുന്നു, ദേവി എന്നോട് ചേരണം, അല്ലാതെ പറ്റില്ല. എനിക്ക് അവളെ കിട്ടിയേ പറ്റൂ. അവൾക്ക് അതാണ് നല്ലത്. നിങ്ങൾക്കും അതുകൊണ്ട് നന്മയുണ്ടാകും. ദേവന്മാർ പറഞ്ഞു, അല്ലയോ ലോകനാഥ, സ്വർഗത്തിൻ്റെ നാഥ, ഞങ്ങൾ താങ്കളുടെ ഇഷ്ടപ്രകാരം ഇന്ദ്രാണിയെ കൊണ്ടുവരാം. കോപം കളഞ്ഞാലും സ്വർഗനാഥ താങ്കൾ പ്രസാദിച്ചാലും. നകുഷനോട് ഇപ്രകാരം പറഞ്ഞ് മുനിമാരും ദേവന്മാരും ബൃഹസ്പതിയുടെ അടുത്ത് ചെന്ന് ശചീദേവിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയാൻ തുടങ്ങി. ഹേ പണ്ഡിത, ശചീദേവി താങ്കളുടെ വീട്ടിൽ അഭയം പ്രാപിച്ച വിവരം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. താങ്കൾ അഭയം നൽകിയെന്നും ഞങ്ങൾ അറിഞ്ഞു. അല്ലയോ മഹർഷേ, ദേവന്മാരും ഗന്ധർവന്മാരും മുനിമാരുമായിട്ടുള്ള ഞങ്ങൾ താങ്കളുടെ മുമ്പിൽ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. താങ്കൾ ശചീദേവിയെ നകുഷന് വിട്ടുകൊടുത്താലും നകുഷൻ ഇന്ദ്രനേക്കാൾ മികച്ചവനാണ്, ലോകത്തിൻ്റെ അധിപനുമാണ്. നകുഷൻ തേജസ്സുള്ളവനാണ്. സുന്ദരിയായിട്ടുള്ള ശചീദേവി അവനെ ഭർത്താവായിട്ട് സ്വീകരിക്കട്ടെ. ഇപ്രകാരം ദേവന്മാരും ദേവർഷിമാരും പറയുന്നത് കേട്ടപ്പോൾ ശചീദേവി കണ്ണുനീർ വാർത്തുകൊണ്ട് ബൃഹസ്പതിയോട് പറഞ്ഞു, ശ്രേഷ്ഠനായിട്ടുള്ള മുനിയെ, നകുഷൻ എനിക്ക് ഭർത്താവാകേണ്ട. മഹർഷേ, അഭയം തേടി വന്ന് എന്നെ രക്ഷിക്കണേ. ബൃഹസ്പതി പറഞ്ഞു, ഇന്ദ്രാണി, ഞാൻ ഒരിക്കലും അഭയം തേടി വന്നവരെ കൈവിടില്ല. സത്യവും നീതിയും വിടാത്ത മാന്യായ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ഞാനൊരു ബ്രാഹ്മണനാണ്. മോശമായിട്ടുള്ള പ്രവൃത്തി ഞാൻ ഒരിക്കലും ചെയ്യില്ല. പ്രത്യേകിച്ചും ഞാൻ നീതി അറിയുന്നവനും സത്യസന്ധനും ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചവനുമാണ്. ദേവന്മാർ ഈ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നില്ല. ദേവമുഖ്യന്മാരെ, നിങ്ങൾ വന്ന വഴിക്ക് പൊക്കൊള്ളുക. പണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ബ്രഹ്മാവ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. പേടിച്ച് അഭയം തേടി വന്ന ഒരാളെ ശത്രുവിന് പിടിച്ചു കൊടുക്കുന്ന ഒരുവൻ്റെ കൃഷി വേണ്ട സമയത്ത് വിളയില്ല, കൃത്യസമയത്ത് മഴ ലഭിക്കില്ല, അവന് രക്ഷ ആവശ്യമുള്ള സമയത്ത് എവിടെ നിന്നും സഹായം കിട്ടില്ല, അവൻ്റെ സമ്പത്തെല്ലാം വെറുതെ നശിച്ചു പോകും. ഞാൻ മനക്കരുത്തില്ലാത്തവനും ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയപ്പെടുന്നവനുമായി സ്വർഗത്തിൽ നിന്ന് താഴെ വീഴും. ഭയപ്പെട്ട അഭയം തേടി വന്നവനെ കൈവിടുന്നവൻ നൽകുന്ന വഴിപാടുകൾ ദേവന്മാർ സ്വീകരിക്കില്ല. അവൻ്റെ നാട്ടിലെ ജനങ്ങൾ അകാലത്തിൽ മരിക്കും. പിതൃക്കൾ അവനിൽ നിന്ന് അകന്നുപോകും. പേടിച്ച് അഭയം പ്രാപിച്ചവനെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ അവനെ ഇന്ദ്രാദി ദേവന്മാർ ഇടിമിന്നൽ നിരയാക്കും. ബ്രഹ്മാവിൻ്റെ ഈ ഉപദേശം ദേവന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ശചീദേവിയെ നിങ്ങൾക്ക് വിട്ടുതരില്ല. ഇന്ദ്രൻ്റെ പ്രിയവത്തിയും ലോകപ്രശസ്തയുമായിട്ടുള്ള ഇന്ദ്രാണിക്ക് ഏതാണോ ഇഷ്ടം അതുതന്നെയാണ് എനിക്കും ഇഷ്ടം. ഞങ്ങൾക്ക് നല്ലത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ശചിയെ ഞാൻ വിട്ടുതരില്ല. ശല്യർ കഥ തുടരുകയാണ്. ഈ വർത്തമാനം കേട്ടപ്പോൾ ദേവന്മാരും ഗന്ധർവന്മാരും ബൃഹസ്പതിയോട് ചോദിച്ചു, അല്ലയോ ബൃഹസ്പതി, ഇനി ഇതിൽ എന്താണ് ബുദ്ധി? താങ്കൾ അതിനെപ്പറ്റി ചിന്തിച്ചോ? ബൃഹസ്പതി പറഞ്ഞു, ശചീദേവി ചെന്ന് നഹുഷനോടൊരു കാലാവധി ചോദിക്കട്ടെ. അത് ഇന്ദ്രാണിക്ക് എന്ന പോലെ നമുക്കും ഗുണകരമാകും. തടസ്സങ്ങൾ നിറഞ്ഞതാണല്ലോ കാലം. സമയം കിട്ടിയാൽ അതിനിടയിൽ എന്തെല്ലാം സംഭവിക്കില്ല. കാലത്തിന് മാത്രമേ കാര്യങ്ങളുടെ ഗതി അറിയാൻ കഴിയൂ. അല്ലാതെ നഹുഷനെ നേരിടുക എളുപ്പമല്ല. അവൻ വരം ലഭിച്ചതുകൊണ്ട് കരുത്തനും അഹങ്കാരിയുമായി മാറിയിരിക്കുകയാണ്. ബൃഹസ്പതി ഇപ്രകാരം പറഞ്ഞപ്പോൾ ദേവന്മാർ സന്തോഷത്തോട് പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് ദേവന്മാർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഉപദേശമാണ് നൽകിയത്. ഈ കാര്യം പറഞ്ഞ് അങ്ങ് ശചീദേവിയെ സമാധാനിപ്പിച്ചാലും. പിന്നെ അഗ്നി മുതലായ ദേവന്മാർ ലോകത്തിൻ്റെ നന്മയ്ക്കായി ഇപ്രകാരം പറഞ്ഞു, ദേവി, അങ്ങാണല്ലോ ചരാചരങ്ങളായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത്. പതിവ്രതയും സത്യവ്രതയുമായിട്ടുള്ള അങ്ങ് ദേവന്മാരുടെ നന്മയ്ക്കായി നകുഷൻ്റെ അടുത്ത് പോയി വരിക. അങ്ങേ ആഗ്രഹിക്കുന്ന ആ പാപി വേഗത്തിൽ നശിക്കുകയും ഇന്ദ്രപദവി ഇന്ദ്രൻ തന്നെ ലഭിക്കുകയും ചെയ്യും. ഇപ്രകാരം ദേവന്മാർ പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ലജ്ജയോട് കൂടിയിട്ട് ശചീദേവി ക്രൂരനായിട്ടുള്ള നകുഷൻ്റെ മുന്നിലെത്തി. അഴകും യൗവനവും ചേർന്ന് വിളങ്ങുന്ന ദേവിയെ കണ്ടപ്പോൾ നകുഷൻ സന്തോഷിച്ചു. ആഗ്രഹത്താൽ ബുദ്ധിമുട്ടിയ ആ ദുഷ്ടൻ ശചീദേവിയെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് സന്തോഷിച്ചു. ശല്യർ കഥ തുടരുകയാണ്. ദേവനാഥനായിട്ടുള്ള നകുഷൻ സന്തോഷത്തോടെ ശചിയോട് പറഞ്ഞു, സുന്ദരി, നീ എന്ത് വിചാരിക്കുന്നു? ഞാൻ 3 ലോകത്തിൻ്റെ നാഥനായിട്ടുള്ള ഇന്ദ്രനാണ്. സുന്ദരിയായിട്ടുള്ള നീ എന്നെ ഭർത്താവായി സ്വീകരിക്കുക. നകുഷൻ പറഞ്ഞ വാക്ക് പതിവ്രതയായിട്ടുള്ള ശചീദേവി കേട്ടപ്പോൾ കാറ്റേറ്റ വാഴയില പോലെ വിറച്ചുപോയി. അവൾ അവനെ കൈകൂപ്പി തൊഴുത് തല താഴ്ത്തി നിന്നു. ആ നിൽപ്പിൽ നിന്നുകൊണ്ട് അവൾ ദേവരാജാവായിട്ടുള്ള നകുഷനോട് പറഞ്ഞു, അല്ലയോ ലോകനാഥ, അങ്ങ് എനിക്കും അല്പം കാലാവധി തരണം. ഇന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയാണ്? എന്താണ് അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. ഈ വസ്തുത അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം യാതൊരു വിവരവും ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്ങയോടൊപ്പം ചേർന്നുകൊള്ളാം. ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ നകുഷൻ സന്തുഷ്ടനായി. നകുഷൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ പറഞ്ഞതുപോലെ തന്നെയാവട്ടെ. നീ നിൻ്റെ ഭർത്താവ് എവിടെ പോയി അറിഞ്ഞു വരിക. എന്നോട് ചെയ്ത സത്യം മറക്കരുത്. ഇങ്ങനെ പറഞ്ഞ് നകുഷൻ അവളെ വിട്ടയച്ചു. അവൾ വേഗത്തിൽ ബൃഹസ്പതിയുടെ ഗൃഹത്തിലേക്ക് പോയി. അവൾ പറഞ്ഞത് കേട്ടിട്ട് അഗ്നി മുതലായിട്ടുള്ള ദേവകൾ ഇന്ദ്രൻ എവിടെ പോയി എന്ന് ശ്രദ്ധയോടെ ചിന്തിക്കാൻ തുടങ്ങി. ദേവദേവനായിട്ടുള്ള വിഷ്ണുവിനോട് അവർ ചേർന്ന് ആലോചന നടത്തി. അവർ ദുഃഖിതരായി വിഷ്ണുവിനോട് പറഞ്ഞു, ദേവന്മാരുടെ നാഥനായിട്ടുള്ള ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപം ഭയന്ന് എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. പഴയ ദേവനും ലോകനാഥനുമായിട്ടുള്ള അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. എല്ലാ ലോകവും കാത്തുരക്ഷിക്കാൻ ഞങ്ങൾ വിഷ്ണുവായി നിലകൊള്ളുന്നു. അങ്ങയുടെ ശക്തിയാലാണല്ലോ ഇന്ദ്രൻ പണ്ട് വൃത്രാസുരനെ കൊന്നത്.
ഒളിച്ചിരിക്കുന്ന അവന് അങ്ങ് മോക്ഷം നൽകിയാലും. ദേവന്മാർ പറഞ്ഞത് കേട്ടിട്ട് വിഷ്ണു പറഞ്ഞു, ഇന്ദ്രൻ എന്നെ ആരാധിക്കട്ടെ, എന്നാൽ ഞാൻ അവനെ രക്ഷപ്പെടുത്താം. പുണ്യമായിട്ടുള്ള അശ്വമേധയാഗത്താൽ എന്നെ ആരാധിച്ചാൽ ഇന്ദ്രൻ വീണ്ടും ഭയമില്ലാത്തവനാകും, ഇന്ദ്രപദവി വീണ്ടും ലഭിക്കുകയും ചെയ്യും. ദുഷ്ടനായിട്ടുള്ള നകുഷൻ സ്വന്തം മോശം പ്രവർത്തികൾ കൊണ്ട് തന്നെ നാശമടയും. ദേവന്മാരെ, നിങ്ങൾ അല്പകാലം കൂടി ക്ഷമിക്കൂ, എല്ലാം ശരിയാകും. അമൃത് പോലെയുള്ള വിഷ്ണുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗുരുക്കന്മാരെല്ലാം ഋഷിമാരും ദേവന്മാരും ചേർന്ന് ഇന്ദ്രൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്നു. മഹാത്മാവായിട്ടുള്ള ഇന്ദ്രന് വേണ്ടിയിട്ട് അശ്വമേധയാഗം ആരംഭിച്ചു. ബ്രഹ്മഹത്യാപാപം ഇന്ദ്രനിൽ നിന്ന് അവിടെ വെച്ച് മാറ്റി. ആ ബ്രഹ്മഹത്യാപാപത്തെ 4 പകുത്ത് മരം, പുഴ, പർവ്വതം, സ്ത്രീകൾ എന്നിവർക്കായി നൽകി. ഇങ്ങനെ തന്നിലുണ്ടായിരുന്ന പാപം പകുത്തു നൽകിയതോടെ ദോഷങ്ങളെല്ലാം നീങ്ങി ഇന്ദ്രൻ പരിശുദ്ധനായി. അങ്ങനെ തൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു ചെന്ന ഇന്ദ്രൻ അവിടെ ഇരിക്കുന്ന വരം കൊണ്ടും കരുത്തുകൊണ്ടും അജയ്യനായിട്ടുള്ള നകുഷനെ കണ്ടു. നകുഷൻ തൻ്റെ തേജസ്സും ശക്തിയും അവൻ്റെ നോട്ടം കൊണ്ട് തന്നെ അപഹരിക്കുമെന്ന പേടിയാൽ ഇന്ദ്രൻ വീണ്ടും ഓടി ഒളിച്ചു. ആരും കാണാതെ ശരിയായ സമയം വരുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു. ഇന്ദ്രൻ വീണ്ടും ഒളിച്ചത് കണ്ട് ശചീദേവി അങ്ങ് എവിടെ പോയി എന്ന് ദുഃഖത്തോടു കൂടിയിട്ട് നിലവിളിച്ച് കരയാൻ ആരംഭിച്ചു. ദാനം, ഹോമം, ഗുരുസേവ എന്നിവയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് സത്യമുണ്ടെങ്കിൽ എനിക്ക് ഏകഭർത്തൃത്വം നിലനിൽക്കണം. ശചീദേവി അങ്ങനെ പ്രാർത്ഥിച്ചു. പുണ്യവതിയും ഉത്തരായനങ്ങളിൽ പ്രവർത്തിക്കുന്നവളുമായിട്ടുള്ള നിശാദേവിയെ ഞാൻ വണങ്ങുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കണമേ എന്നവൾ പ്രാർത്ഥിച്ചു. പതിവ്രതാശക്തിയിൽ വിശ്വസിച്ച് അവൾ ഉപശ്രുതി ദേവിയോട് അപേക്ഷിച്ചു, എൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന് എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ സത്യമുള്ളവളും പതിവ്രതയുമാണെങ്കിൽ എൻ്റെ സത്യത്താൽ ഉപശ്രുതി ദേവി സത്യം കാണിച്ചു തരണമേ. ശല്യർ കഥ തുടരുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ പതിവ്രതയുടെ മുമ്പിൽ ഉപശ്രുതി ദേവി പ്രത്യക്ഷപ്പെട്ടു. സുന്ദരിയായിട്ടുള്ള ദേവിയെ കണ്ടപ്പോൾ ഇന്ദ്രാണി സന്തോഷത്തോടെ പൂജിച്ച് ഇപ്രകാരം പറഞ്ഞു, ദേവി, അങ്ങ് ആരാണ്? അങ്ങയെക്കുറിച്ചിട്ട് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദേവി പറഞ്ഞു, സൗഭാഗ്യവതി, ഞാൻ നിൻ്റെ സത്യസന്ധതയാൽ നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഉപശ്രുതിയാണ്. നിൻ്റെ പാതിവൃത്യം മൂലമാണ് നിനക്കെന്നെ കാണാൻ കഴിഞ്ഞത്. നീ നിൻ്റെ ഭർത്താവിനെ കാണാൻ അർഹനാണ്. നിൻ്റെ വ്രതം കാരണം വൃതശത്രുവായിട്ടുള്ള നിൻ്റെ ഭർത്താവിനെ ഞാൻ കാണിച്ചു തരാം. വേഗം നടക്കൂ, ദേവരാജനെ നീ കണ്ടെത്തും. ഇങ്ങനെ പറഞ്ഞ ഉപശ്രുതിയോടൊപ്പം ഇന്ദ്രാണി ഇറങ്ങി. അവർ പല മലകളും കടന്ന് ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തെത്തി. അവിടെ വളരെ വിസ്താരമുള്ള ഒരു സമുദ്രത്തിലെത്തി. വലിയ മരങ്ങളുള്ള ദ്വീപുകളിലും അവർ ചെന്നു. അവിടെ ഒരിടത്ത് അനേകം പക്ഷികളുള്ള 100 യോജന വിസ്താരമുള്ള ദിവ്യമായിട്ടുള്ള ഒരു തടാകം അവർ കണ്ടു. ആ മനോഹരമായിട്ടുള്ള തടാകത്തിൽ 5 നിറങ്ങളിലുള്ള താമരകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവയിൽ വണ്ടുകൾ മുകളിൽ പറക്കുന്നുണ്ടായിരുന്നു. ആ തടാകത്തിൻ്റെ നടുവിൽ വലിയൊരു താമരക്കൂട്ടവും കണ്ടു. അതിൽ വെളുത്തതും തണ്ടുനീളമുള്ളതുമായിട്ടുള്ള ഒരു താമര കണ്ടു. ഉപശ്രുതിയുടെ അനുഗ്രഹത്തോടെ ശരീരം ചെറുതാക്കി ഇന്ദ്രാണി ആ താമരയ്ക്കുള്ളിൽ ഉപശ്രുതിയോടൊപ്പം കടന്നു. അപ്പോൾ ഇന്ദ്രൻ താമരനൂലിനുള്ളിൽ വളരെ ചെറിയ രൂപത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവിടെ വെച്ച് ഇന്ദ്രാണി പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ദ്രനെ പുകഴ്ത്തി. സ്തുതി കേട്ട് ഇന്ദ്രൻ ശചീദേവിയോട് ചോദിച്ചു, ദേവി, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്നെ എങ്ങനെ കണ്ടെത്തി? പ്രീതമ്മൻ്റെ വാക്കുകൾ കേട്ടിട്ട് ശചീദേവി നകുഷൻ പറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു. അഹങ്കാരത്തോടെ ആ ദുഷ്ടൻ എന്നെ സ്വന്തമാക്കാൻ ആവശ്യപ്പെട്ടു. മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ ഞാനൊരു കാലാവധി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ രക്ഷിച്ചില്ലെങ്കിൽ അവൻ എന്നെ ബലമായി പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇന്ദ്ര ഞാൻ അങ്ങയുടെ അടുത്ത് വന്നത്. അങ്ങ് ആ പാപിയെ കൊല്ലണം. സ്വന്തമായി തേജസ്സുള്ള ശരീരത്തെ പുറത്തെടുത്ത് കാണിക്കുക. അങ്ങ് വീണ്ടും ദേവരാജ്യം ഭരിച്ചാലും. ശചീദേവി ഇന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഇന്ദ്രൻ തിരിച്ചു പറഞ്ഞു, ശചി, ഇപ്പോൾ നകുഷനെ എതിർക്കാൻ പറ്റിയ സമയമല്ല. അവനിപ്പോൾ മഹാബലവാനാണ്. മുനിമാർ വഴിപാടുകൾ നൽകി വളർത്തിയെടുത്തവനാണവൻ. ഞാനൊരു ഉപായം പറഞ്ഞുതരാം, അത് നീ ചെയ്യുക. ഇക്കാര്യം രഹസ്യമാക്കി വെക്കണം, ആരോടും പറഞ്ഞു പോകരുത്. നീ ഒറ്റയ്ക്ക് എന്ന് നകുഷനോട് പറയുക. ലോകനാഥ, അങ്ങ് ദിവൃഷികൾ ചുമക്കുന്ന പല്ലക്കിൽ കയറി എൻ്റെ അടുത്തേക്ക് വരണം. എന്നാൽ ഞാൻ സന്തോഷിച്ച് അങ്ങയുടെ വശത്താകാം. പ്രകാരം ഇന്ദ്രൻ പറഞ്ഞു കൊടുത്ത വിദ്യ സ്വീകരിച്ച് ശചീദേവി അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് നകുഷൻ്റെ അടുത്തേക്ക് പോയി. അവളെ കണ്ട നകുഷൻ പുഞ്ചിരിയോടെ പറഞ്ഞു, സുന്ദരി, സ്വാഗതം. നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എന്നോട് കൽപ്പിച്ചാലും. നിന്നെ സേവിക്കുന്ന എന്നെ നീയും സേവിച്ചാലും. നിൻ്റെ ആഗ്രഹം എന്താണോ അത് ഞാൻ ചെയ്യുന്നതാണ്. സുന്ദരി, നീ നാണിക്കുകയാണോ? വേണ്ട, നാണം വിടൂ ദേവി. നീ എന്നെ വിശ്വസിക്കൂ, ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്നത് ഞാൻ ചെയ്യുന്നതാണ്. ഇന്ദ്രാണി പറഞ്ഞു, അല്ലയോ ലോകനാഥ, അങ്ങ് തന്ന കാലാവധി കഴിയുന്നതുവരെ ക്ഷമിക്കൂ. അതിനുശേഷം അങ്ങ് എൻ്റെ ഭർത്താവാകാം. ദേവരാജാവേ, അങ്ങ് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അത് ഞാൻ പറയാം. അങ്ങേക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് സാധിച്ചു തരിക. സ്നേഹത്തോടെ ഞാൻ പറയുന്ന വാക്ക് കേട്ട് പ്രവർത്തിച്ചതിന് ശേഷം ഞാൻ അങ്ങയുടെ അധീനതയിലാണെന്ന് ഉറച്ചുകൊള്ളുക. ഇന്ദ്രന് ആന, കുതിര, തേര മുതലായ വാഹനങ്ങളുണ്ടല്ലോ. എന്നാൽ അപൂർവമായിട്ടുള്ള ഒരു വലിയ വാഹനം അങ്ങേക്കുണ്ടായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിഷ്ണുവിനും ശിവനും അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഇല്ലാത്തതായിരിക്കണം ആ ശ്രേഷ്ഠമായിട്ടുള്ള വാഹനം. മഹാപ്രഭുവായിട്ടുള്ള അങ്ങയെ മഹർഷിമാരെല്ലാം കൂടി പല്ലക്കിൽ ചുമക്കട്ടെ. എൻ്റെ ഭാവി വരൻ ഈ അപൂർവ വാഹനത്തിൽ പോകുന്നത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള വാഹനത്തിൽ സഞ്ചരിക്കുന്ന അങ്ങയ്ക്ക് തുല്യനായി ദേവാസുരന്മാരിൽ ആരും ഉണ്ടാവുകയില്ല. എല്ലാവരുടെ ശക്തിയും
അങ്ങയുടെ മുമ്പിൽ ഒന്നുമല്ല. ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും ശക്തി അങ്ങയിൽ വന്ന് ചേരുന്നുണ്ടല്ലോ. ഈ ലോകത്തിൽ ഒരൊറ്റ പേരിനും അങ്ങയുടെ മുന്നിൽ നിൽക്കാൻ കെൽപ്പുള്ളവനല്ലല്ലോ. ശചീദേവിയുടെ സ്നേഹത്തോടെയുള്ള അപേക്ഷ കേട്ട് നകുഷൻ സന്തോഷിച്ചു. ആ മാന്യായിട്ടുള്ള സ്ത്രീയോട് നകുഷൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ പറഞ്ഞ വാഹനം അപൂർവം തന്നെയാണ്. നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. സാധാരണക്കാർക്കൊന്നും മുനിമാരെ വാഹനമാക്കാൻ കഴിയില്ല. ഞാനാണെങ്കിൽ തപസ്സുള്ളവനും കരുത്തനും സകല ജീവജാലങ്ങളുടെയും പ്രഭുവുമാണ്. ഞാൻ കോപിച്ചാൽ പിന്നെ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താകും? എല്ലാം എന്നിൽ അടങ്ങിയിരിക്കുകയാണല്ലോ. അല്ലയോ സുന്ദരി, ഈ പ്രപഞ്ചത്തിലുള്ള സകല ദേവന്മാരും ദാനവന്മാരും ഗന്ധർവന്മാരും സർപ്പങ്ങളും രാക്ഷസന്മാരും ഒക്കെ ചേർന്ന ലോകം മുഴുവനും ഞാനൊന്ന് കോപിച്ചാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഞാൻ ആരെ ഒന്ന് നോക്കുന്നോ അവൻ്റെ ശക്തിയെല്ലാം എന്നിലേക്ക് വരും. അതുകൊണ്ട് ദേവി, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം. ആ കാര്യത്തിൽ സംശയമില്ല. എന്നെ സപ്തർഷികൾ മാത്രമല്ല ബ്രഹ്മർഷിമാരും കൂടി ചുമക്കുന്നതായിരിക്കും. നീ കാണുക, എൻ്റെ മഹിമകളെല്ലാം നിനക്ക് സന്തോഷത്തോടെ കണ്ട് മനസ്സിലാക്കാം. ശല്യർ കഥ തുടരുകയാണ്. ഇപ്രകാരം പറഞ്ഞ നകുഷൻ ആ സുന്ദരിയായിട്ടുള്ള ദേവിയെ അയച്ചു. പിന്നെ വിമാനത്തിൽ പല പല നിയമങ്ങൾ പാലിക്കുന്ന മുനിമാരെയെല്ലാം വിളിച്ചുകൂട്ടി. ദുഷ്ടനും അധർമ്മീയമായിട്ടുള്ള നകുഷൻ അഹങ്കാരത്താലും കരുത്തിനാലും മത്തുപിടിച്ച് ആ മുനിമാരെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചു. ഉടനെ ശചീദേവി ബൃഹസ്പതിയുടെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു, മഹർഷേ, നകുഷൻ എനിക്ക് തന്ന കാലാവധി കഴിയാറായിരിക്കുന്നു. വേഗത്തിൽ ഇന്ദ്രനെ കണ്ടെത്തി എന്നെ രക്ഷിക്കണം. ഉടനെ ബൃഹസ്പതി പറഞ്ഞു, അങ്ങനെ ആവട്ടെ. നീ ദുഷ്ടനായിട്ടുള്ള നകുഷനെ പേടിക്കേണ്ട. ഇനി അവൻ അധികകാലം അധികാരത്തിലുണ്ടാവില്ല. ആ നീചൻ്റെ കഥ അവസാനിക്കുകയാണ്. ആ അധർമ്മി മുനിമാരെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചത് അവൻ്റെ നാശത്തിന് തന്നെയാണ്. പോരാത്തതിന് അവൻ്റെ നാശത്തിനായി ഞാൻ യാഗം ചെയ്യുന്നുമുണ്ട്. ഇന്ദ്രനെ വീണ്ടെടുക്കാൻ നീ പേടിക്കേണ്ടതില്ല. നിനക്ക് നല്ലത് വരും. പിന്നെ മഹർഷി അഗ്നി ജ്വലിപ്പിച്ച് അതിൽ നിയമപ്രകാരം ഹോമം ചെയ്തു. ദേവേന്ദ്രനെ തിരികെ കിട്ടാൻ ഹോമം നടത്തിയ ബൃഹസ്പതി ഇന്ദ്രനെ കണ്ടെത്താൻ അഗ്നിദേവനോട് അപേക്ഷിച്ചു. ഉടനെ അഗ്നി ഒരു സ്ത്രീയുടെ വേഷമെടുത്ത് അവിടെ നിന്ന് മറഞ്ഞു. മനസ്സിൻ്റെ വേഗതയിൽ അഗ്നി എല്ലാ ദിക്കുകളിലും വലിയ കാടുകളിലും മലകളിലും ഇന്ദ്രനെ തിരഞ്ഞു നടന്നു. ഭൂമിയും ആകാശവും ചുറ്റിക്കറങ്ങി ഏറ്റവും വേഗത്തിൽ അന്വേഷിച്ചിട്ടും അവിടെയൊന്നും ഇന്ദ്രനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഉടനെ തിരിച്ചെത്തി ബൃഹസ്പതിയോട് പറഞ്ഞു, അല്ലയോ ബൃഹസ്പതേ, ഞാൻ എല്ലായിടവും തിരഞ്ഞു, ഇന്ദ്രനെ കണ്ടെത്താനായില്ല. വെള്ളത്തിൽ മാത്രം ഞാൻ നോക്കിയില്ല. വെള്ളത്തിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് ജലത്തിൽ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും. ഇത് കേട്ടിട്ട് ബൃഹസ്പതി പറഞ്ഞു, അല്ലയോ മഹാ തേജസ്വിയെ, അങ്ങ് വെള്ളത്തിലും ചെന്ന് അന്വേഷിച്ചാലും. അഗ്നി പറഞ്ഞു, എനിക്ക് വെള്ളത്തിൽ ചെല്ലാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ എൻ്റെ ശക്തി ക്ഷയിച്ചു പോകും. അങ്ങല്ലാതെ വേറെ ആരും എനിക്ക് ആശ്രയമില്ല. മഹാപ്രഭു, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഇത് കേട്ടിട്ട് ബൃഹസ്പതി പറഞ്ഞു, വെള്ളത്തിൽ അഗ്നിയും ബ്രാഹ്മണിൽ ക്ഷത്രിയനും കല്ലിൽ ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. അവയുടെ തേജസ് എല്ലായിടത്തും വ്യാപിക്കും. എന്നാൽ ഇവയൊക്കെ അവയുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ എത്തിയാൽ അടങ്ങുകയും ചെയ്യും. ബൃഹസ്പതി പറഞ്ഞു, അല്ലയോ അഗ്നേ, അങ്ങ് ദേവന്മാർക്കൊക്കെ പ്രധാനിയായിട്ടുള്ള ഹവിസ് വഹിക്കുന്നവനാണല്ലോ. സകല ജീവജാലങ്ങളുടെ ഉള്ളിൽ അങ്ങ് സാക്ഷിയെന്ന നിലയിൽ രഹസ്യമായി സഞ്ചരിക്കുന്നു. കവികൾ അങ്ങയെ ഒന്നായും മൂന്നായും വർണ്ണിക്കുന്നു. അല്ലയോ അഗ്നിദേവ, അങ്ങില്ലാതായാൽ ഈ ലോകം മുഴുവനും ഉടനെ അവസാനിക്കും. പണ്ഡിതന്മാർ അങ്ങേ വണങ്ങി കുടുംബത്തോടു കൂടിയിട്ട് പുണ്യഫലമായിട്ടുള്ള ശാശ്വത ഗതിയെ പ്രാപിക്കുന്നു. ഹവിസ് വഹിക്കുന്ന അങ്ങ് തന്നെയാണ് പരമമായിട്ടുള്ള ഹവിസു. യാഗങ്ങളിലും ഹോമങ്ങളിലും ആരാധിക്കുന്നത് അങ്ങയെ തന്നെയാണ്. അങ്ങാണ് ഈ 3 ലോകങ്ങളെ സൃഷ്ടിച്ചത്. കാലമായാൽ എല്ലാം കത്തിച്ചാമ്പലാക്കുന്നതും അങ്ങ് തന്നെ. വീണ്ടും എല്ലാം സൃഷ്ടിക്കുന്നതും അങ്ങ് തന്നെ. എല്ലാത്തിൻ്റെയും അവസാന സ്ഥാനവും അങ്ങാണല്ലോ. മഹർഷിമാർ പറയുന്നു, മേഘവും മിന്നലും അങ്ങാണെന്ന്. സകല ജീവജാലങ്ങളെയും താങ്ങുന്നത് അങ്ങയിൽ നിന്നുയരുന്ന രശ്മികളാകുന്നു. സകല ജലവും അങ്ങയിൽ നിലനിൽക്കുന്നു. ഈ ജഗത്തിലുള്ളതെല്ലാം അങ്ങയിൽ സ്ഥിതി ചെയ്യുന്നു. അഗ്നിദേവ, 3 ലോകത്തിൽ അങ്ങ് അറിയാത്തതായി എന്തുണ്ട്? സ്വന്തം ജന്മസ്ഥാനത്തെ എല്ലാവരും സേവിക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ അങ്ങേക്ക് ഭയമില്ലാതെ പ്രവേശിക്കാമല്ലോ. വിശുദ്ധമായിട്ടുള്ള മന്ത്രത്താൽ ഞാൻ അങ്ങയുടെ ശക്തി വർദ്ധിപ്പിക്കാം. ഇപ്രകാരം ബൃഹസ്പതി അഗ്നിയെ പുകഴ്ത്തിയപ്പോൾ ഭഗവാനും ഉത്തമനുമായിട്ടുള്ള അഗ്നിദേവൻ നന്നായി പ്രസാദിച്ച് ഇപ്രകാരം പറഞ്ഞു, ബൃഹസ്പതി, ഞാൻ ഇന്ദ്രനെ കാണിച്ചു തരാം. എൻ്റെ വാക്ക് സത്യമാണ്. ശല്യർ കഥ തുടരുകയാണ്. പിന്നെ അഗ്നി വെള്ളത്തിൽ പ്രവേശിച്ചു. പലയിടങ്ങളിലും സമുദ്രത്തിലും ഒക്കെ കയറിത്തെറിഞ്ഞു. ഒടുവിൽ ഇന്ദ്രൻ ഒളിച്ചിരിക്കുന്ന തടാകത്തിൽ വന്നുയർന്നു. അതിൽ അഗ്നി ഓരോ താമരകളും പരിശോധിച്ചു. അപ്പോൾ താമരത്തണ്ടിൽ ഒളിച്ചിരിക്കുന്ന ഇന്ദ്രനെ കണ്ടെത്തി. ഉടനെ തിരിച്ചു വന്ന് ബൃഹസ്പതിയോട് വിവരം പറഞ്ഞു, പ്രഭുവായിട്ടുള്ള ഇന്ദ്രൻ താമരനൂലിനുള്ളിൽ അതിസൂക്ഷ്മരൂപിയായി വസിക്കുന്നത് ഞാൻ കണ്ടു. ഉടനെ ബൃഹസ്പതി ദേവർഷിമാരോടും ഗന്ധർവന്മാരോടും കൂടി അവിടെ എത്തി. പഴയ വീരചരിതങ്ങൾ ഓരോന്നായി പറഞ്ഞ് അവർ ഇന്ദ്രനെ പുകഴ്ത്തി. ക്രൂരനായിട്ടുള്ള നമ്പുജിയെ വധിച്ചത് ഹേ ഇന്ദ്ര അങ്ങാണല്ലോ. കരുത്തന്മാരായിട്ടുള്ള വലനെയും ശമ്പരനെയും വധിച്ചതും അങ്ങാണല്ലോ. അല്ലയോ ഇന്ദ്ര, അങ്ങുണർന്നാലും ശത്രുക്കളെ നശിപ്പിച്ചാലും അങ്ങ് എഴുന്നേറ്റാലും അങ്ങേ നോക്കി നിൽക്കുന്ന ദേവർഷിമാരെ പരിഗണിച്ചാലും, ഹേ ദേവേന്ദ്ര, അങ്ങ് അസുരന്മാരെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിച്ചു. വിഷ്ണുവിൻ്റെ തേജസ്സോട് കൂടിയിട്ടുള്ള സമുദ്രത്തിലെ നുരയാൽ അങ്ങ് വൃത്രാസുരനെ കൊന്നു. ഹേ ദേവരാജാവേ, അങ്ങ് വിജയിച്ചാലും അങ്ങ് സകല ജീവജാലങ്ങൾക്കും ആശ്രയമാണ്. അങ്ങേക്ക് തുല്യമായി മറ്റൊന്നും ലോകത്തിലില്ല. എല്ലാ ജീവജാലങ്ങളെയും താങ്ങുന്നത് അങ്ങാണ്. ദേവന്മാരുടെ എല്ലാ മഹിമയും അങ്ങാണല്ലോ.
അങ്ങ് കരുത്ത് വീണ്ടും കൈക്കൊണ്ട് സകല ലോകങ്ങളെയും രക്ഷിച്ചാലും. ദേവന്മാരുടെ സ്തുതി കേട്ടപ്പോൾ ഇന്ദ്രൻ പതുക്കെ പതുക്കെ വളർന്ന് സ്വന്തം ശരീരം തിരികെ കൊണ്ടുവന്ന് ശക്തനായി തീർന്നു. ഇന്ദ്രൻ പറഞ്ഞു, അല്ലയോ ദേവന്മാരെ, നിങ്ങൾക്കായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭീമാകാരനായിട്ടുള്ള ത്രിശർസിനെയും മഹാസുരനായിട്ടുള്ള വൃത്രനെയും ഞാൻ വധിച്ചുവല്ലോ. ബൃഹസ്പതി പറഞ്ഞു, മനുഷ്യനായിട്ടുള്ള നക്ഷരാജാവ് ദേവർഷിമാരുടെ കരുത്താൽ സ്വർഗരാജ്യം തേടി ഞങ്ങളെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു. ഇന്ദ്രൻ ചോദിച്ചു, അപൂർവമായിട്ടുള്ള ദേവരാജ പദവി നകുഷൻ എങ്ങനെ നേടി? അവൻ എത്രത്തോളം തപസ്സും കരുത്തുമുള്ളവനാണ്? ബൃഹസ്പതി പറഞ്ഞു, അങ്ങ് ഇന്ദ്രപദവി ഉപേക്ഷിച്ചപ്പോൾ ഭരണമില്ലാത്ത അവസ്ഥയിൽ പേടിച്ചുപോയ ദേവന്മാരും പിതൃക്കളും ഒന്നിച്ചുകൂടി നകുഷനെ കണ്ട് അങ്ങ് ദേവരാജാവായി ലോകത്തെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ നകുഷൻ പറഞ്ഞു, ഞാൻ അശക്തനാണ്. ദേവന്മാരുടെ രാജാവാകാനുള്ള കരുത്ത് എനിക്കില്ല. നിങ്ങളുടെ തപസ്സുകൊണ്ട് എൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചാൽ ഞാൻ ദേവരാജപദവി സ്വീകരിക്കാം. ഈ അഭിപ്രായം കേട്ടപ്പോൾ ദേവന്മാർ അവൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു. അങ്ങനെ ഘോരരൂപിയായിട്ടുള്ള നകുഷൻ ദേവരാജാവായി തീർന്നു. 3 ലോകത്തിൻ്റെ നാഥനായി തീർന്ന ആ ദുഷ്ടൻ മഹർഷിമാരെ കൊണ്ട് പല്ലക്കടുപ്പിച്ച് നടക്കുന്നു. നോക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശക്തി നശിപ്പിക്കാൻ അവന് കഴിയും. അവനെ നീ നേരിട്ട് എന്ന് കാണരുത്. ദേവന്മാരൊക്കെ അവൻ്റെ നോട്ടത്തെ പേടിച്ച് ഒളിവിലാണെന്ന് കഴിയുന്നത്. ഇപ്രകാരം ബൃഹസ്പതി പറയുന്ന സമയത്ത് ലോകപാലകന്മാരായിട്ടുള്ള കുബേരനും യമനും വരുണനും ചന്ദ്രനും അവിടെ വന്നു ചേർന്നു. അവരെല്ലാം ചേർന്ന് ഇന്ദ്രനോട് പറഞ്ഞു, ഭാഗ്യം, ശത്രുവായിട്ടുള്ള വൃത്രനെ അങ്ങ് വധിച്ചു. അങ്ങേ ദുഃഖമില്ലാത്തവനായി കാണാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ശത്രുക്കളൊക്കെ നശിപ്പിച്ച് അങ്ങ് വിജയിച്ചിരിക്കുന്നു. ആ ലോകനാഥന്മാരോടൊപ്പം സന്തോഷത്തോടുകൂടി ഇരുന്നതിന് ശേഷം ഇന്ദ്രൻ അവരോട് ചോദിച്ചു, ദേവന്മാർക്കൊക്കെ നാഥനായിപ്പോൾ ക്രൂരനായിട്ടുള്ള നകുഷരാജാവാണല്ലോ ഉള്ളത്. ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. മറ്റുള്ളവരെല്ലാം ഇത് കേട്ട് പറഞ്ഞു, നകുഷൻ ക്രൂരമായിട്ടുള്ള നോട്ടമുള്ളവനാണ്. ഞങ്ങൾ അവനെ പേടിക്കുന്നു. മഹാരാജായിട്ടുള്ള നകുഷനെ അങ്ങ് വധിച്ചാൽ ഞങ്ങൾക്കും അതിൻ്റെ ഗുണം ലഭിക്കും. ഇത് കേട്ട് ഇന്ദ്രൻ പറഞ്ഞു, ക്രൂരനായിട്ടുള്ള നകുഷനെ തോൽപ്പിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. വരുണനും യമനും കുബേരനും ദേവന്മാരോട് ചേർന്ന് യുദ്ധത്തിന് തയ്യാറാകാം. ഉടനെ അഗ്നി പറഞ്ഞു, അതിൻ്റെ കൂടെ എനിക്കും വേണം, ഞാനും സഹായിക്കാം. ഉടനെ ഇന്ദ്രൻ പറഞ്ഞു, അല്ലയോ അഗ്നേ, അങ്ങേക്കും ഇന്ദ്രാദി ദേവന്മാരോടൊപ്പം യാഗങ്ങളിൽ പങ്ക് ലഭിക്കുന്നതാണ്. ശല്യർ കഥ തുടരുകയാണ്. ഇപ്രകാരം ദേവരാജാവായിട്ടുള്ള ഇന്ദ്രൻ ചിന്തിച്ച് കുബേരനെയും യക്ഷന്മാരെയും ധനത്തിൻ്റെ രാജാവാക്കി, യമനെ പിതൃക്കളുടെ നാഥനാക്കി, വരുണനെ ജലത്തിൻ്റെ നാഥനാക്കി. ഇനി എന്തു ചെയ്യണമെന്ന് അദ്ദേഹം ആലോചിച്ചു. ബുദ്ധിമാനായിട്ടുള്ള ദേവരാജാവ് ലോകപാലകന്മാരായിട്ടുള്ള ദേവന്മാരോടൊപ്പം നകുഷനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വഴികൾ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഗസ്ത്യ മഹർഷി അവിടെ വന്നു. അഗസ്ത്യൻ പറഞ്ഞു, അല്ലയോ ദേവരാജാവേ, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ഭാഗ്യം, 3 തലയുള്ള ത്രിശിരസിനെ വധിച്ചതിനാലും വൃത്രാസുരൻ്റെ നാശത്താലും അങ്ങ് കൂടുതൽ ശക്തനായിരിക്കുന്നു. ഭാഗ്യം, ഇപ്പോൾ നകുഷൻ സ്വർഗത്തിൽ നിന്ന് പുറത്തായി. അല്ലയോ ഇന്ദ്ര, അങ്ങ് ശത്രുക്കളെ ജയിച്ച് ഭാഗ്യവാനായിരിക്കുന്നു. ഇന്ദ്രൻ പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങേക്ക് സ്വാഗതം. അങ്ങയുടെ ദർശനം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. പൂജകളും ആദരവുകളും അങ്ങ് സ്വീകരിച്ചാലും. ഇന്ദ്രൻ മുനിയെ പൂജിച്ച് പീഠത്തിലിരുത്തി. സന്തോഷത്തോടെ ഇന്ദ്രൻ അഗസ്ത്യ മഹർഷിയോട് ചോദിച്ചു, അല്ലയോ മഹർഷേ, പാപിയായിട്ടുള്ള നകുഷൻ എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് പുറത്തായതെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഗസ്ത്യൻ പറഞ്ഞു, അല്ലയോ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട വർത്തമാനം നിങ്ങൾ കേട്ടുകൊള്ളുക. ദുഷ്ടനായിട്ടുള്ള രാജാവ് അഹങ്കാരിയും ബുദ്ധിഹീനനുമായിട്ടുള്ള നകുഷൻ സ്വർഗഭ്രഷ്ടനായിട്ടുള്ള കഥ ഞാൻ പറഞ്ഞു തരാം. പാപിയായിട്ടുള്ള നകുഷനെ പല്ലക്കിലേറ്റിക്കൊണ്ട് ക്ഷീണിതരായ ദേവർഷികളും ബ്രഹ്മർഷിമാരും പോവുകയായിരുന്നു. ആ സമയം അവർ നകുഷനോട് ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു, യാഗങ്ങൾ പശുക്കളെ ഹിംസിക്കുന്നതിനെക്കുറിച്ച് വേദമന്ത്രങ്ങളിൽ പറയുന്നത് അങ്ങ് പ്രമാണമായി കരുതുന്നില്ലേ? ഉടനെ നകുഷൻ ബുദ്ധിഭ്രമം സംഭവിച്ചവനായി അല്ല എന്ന് മറുപടി പറഞ്ഞു. ഉടനെ ഋഷികൾ പറഞ്ഞു, അല്ലയോ നകുഷ, അങ്ങ് അധർമ്മത്താൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ധർമ്മം അറിയുന്നവനല്ല. ഞങ്ങൾക്ക് ഈ വേദമന്ത്രങ്ങളാണ് പ്രമാണം. ഇത് പണ്ടുള്ള ഋഷികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പ്രമാണമല്ല എന്ന് അങ്ങ് പറഞ്ഞതിൽ ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. അഗസ്ത്യൻ തുടർന്നു, പിന്നീട് അവൻ ഇതിനെപ്പറ്റി മുനികളുമായി തർക്കിച്ചു. അധർമ്മം പ്രവർത്തിച്ച് അവൻ കാലുകൊണ്ട് എൻ്റെ തലയിൽ ചവിട്ടി. ആ മോശം പ്രവൃത്തി കാരണം അവൻ ശക്തിയില്ലാത്തവനും ഐശ്വര്യം നഷ്ടപ്പെട്ടവനുമായി തീർന്നു. അവൻ ദുഃഖിതനായി നിന്നപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, രാജാവേ, പണ്ട് മുനിമാർ ചെയ്ത പുണ്യങ്ങളെ നിന്ദിച്ച് എൻ്റെ തലയിൽ ചവിട്ടിയതുകൊണ്ടും ആദരണീയരായിട്ടുള്ള മഹർഷിമാരെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചതുകൊണ്ടും ബുദ്ധിശൂന്യനായിട്ടുള്ള നീ പ്രഭ നഷ്ടപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് താഴെ വീഴട്ടെ. പാപിയായിട്ടുള്ള നീ പുണ്യം തീർന്ന് ഭൂമിയിൽ പതിക്കട്ടെ. 10,000 വർഷം പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ ഭൂമിയിൽ കഴിഞ്ഞതിന് ശേഷം കാലമാകുമ്പോൾ വീണ്ടും നിനക്ക് സ്വർഗത്തിൽ വരാം. ഹേ ശത്രുനാശക, എൻ്റെ ശാപത്താൽ നകുഷൻ ദേവലോകത്തു നിന്ന് താഴെ വീണിരിക്കുകയാണ്. ഭാഗ്യമിന്ദ്ര, അങ്ങയുടെ ശക്തി വർദ്ധിക്കുന്നു. ആ ബ്രാഹ്മണ ഘാതകൻ തോൽപ്പിക്കപ്പെട്ടു. ഇനി സ്വർഗത്തെ ഏറ്റെടുത്ത് ശചീദേവിയുടെ ഭർത്താവായിട്ടുള്ള അങ്ങ് പാലിച്ചാലും അങ്ങേ ഋഷിമാർ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായും ശത്രുക്കളെ തോൽപ്പിച്ചവനായും വാഴ്ത്തട്ടെ. പിന്നെ ദേവന്മാർ ഋഷിമാരോടും കൂടി സന്തോഷിച്ചു. പിതൃക്കളും ഋഷന്മാരും സർപ്പങ്ങളും രാക്ഷസന്മാരും മറ്റുള്ളവരും ഒക്കെ ആഹ്ലാദിച്ചു. ഗന്ധർവന്മാരും ദേവസ്ത്രീകളും അപ്സരസുകളും
പുഴകളും കടലുകളും കുന്നുകളും പർവ്വതങ്ങളും എല്ലാവരും കൂടി ഇന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ഇന്ദ്രനെ അഭിനന്ദിച്ചു. ഭാഗ്യം കൊണ്ട് ശത്രുക്കളെ നശിപ്പിച്ച അങ്ങയുടെ ശക്തി വർദ്ധിക്കുന്നു. അഗസ്ത്യൻ ദുഷ്ടനായിട്ടുള്ള നകുഷനെ നശിപ്പിച്ചത് ഭാഗ്യമായി. ആ പാപി ഭൂമിയിൽ പാമ്പായി വീണു. ശല്യർ കഥ തുടരുകയാണ്. പിന്നെ ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും പൂഴ്ത്തുകൾ കേട്ട് ഐരാവതത്തിൻ്റെ പുറത്തിരുന്ന് അഗ്നി, ബൃഹസ്പതി, യമൻ, വരുണൻ, കുബേരൻ എന്നീ ദേവന്മാരോട് ചേർന്ന് ഗന്ധർവന്മാരുടെയും സുന്ദരിമാരുടെയും അകമ്പടിയോടുകൂടി ആ ലോകനാഥനായിട്ടുള്ള ഇന്ദ്രൻ സ്വർഗത്തിലെത്തി. ശചീദേവിയോടുകൂടി അദ്ദേഹം സ്വർഗരാജ്യം സന്തോഷത്തോടെ ഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അംഗരസ് മഹർഷി ഇന്ദ്രനെ അഥർവവേദ മന്ത്രം കൊണ്ട് ആരാധിച്ചു. ഭഗവാൻ ഇന്ദ്രൻ നന്നായി സന്തോഷിച്ചു. ഇന്ദ്രൻ അംഗരസിനെ അഥർവാംഗിരസായി അനുഗ്രഹിക്കുകയും വരങ്ങൾ നൽകുകയും ചെയ്തു. അഥർവാംഗിരസ് എന്ന പേര് ഈ വേദത്തിൽ പ്രസിദ്ധമാകും. ഈ വാക്കുകൾ യജ്ഞങ്ങളിൽ ഉപദേശമായി നൽകപ്പെടും എന്ന് പറഞ്ഞ ഇന്ദ്രൻ അംഗരസിനെ ആദരിച്ചു. പ്രകാരം സന്തോഷത്തോടെ മറ്റ് ദേവന്മാരും തപസ്സികളും തൃപ്തിപ്പെടുത്തി വിട്ടയച്ചു. നീതിയോടെ സ്വർവ്വലോകം സംരക്ഷിക്കുകയും ചെയ്തു. പ്രകാരം ഭാര്യമാരോട് കൂടിയിട്ട് ഇന്ദ്രൻ പോലും വലിയ ദുഃഖം അനുഭവിച്ചു. ശത്രുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒളിവിൽ താമസിക്കേണ്ടതായിട്ടും വന്നു. അങ്ങ് വനത്തിൽ ദ്രൗപദിയോടും സഹോദരന്മാരോടും കൂടി കഷ്ടപ്പെട്ടതിൽ ഇനി ദുഃഖിക്കാതിരിക്കൂ. ഇന്ദ്രൻ വീണ്ടും ഭാര്യയോട് കൂടിയിട്ട് രാജ്യം തിരിച്ചു പിടിച്ചതുപോലെ അങ്ങും പാരമ്പര്യമായി ലഭിക്കേണ്ട രാജ്യം നേടിയെടുക്കുന്നതാണ്. വൃത്രാസുരനെ കൊന്ന് ഇന്ദ്രൻ രാജ്യം നേടിയതുപോലെ അങ്ങും രാജ്യം നേടും. ദുഷ്ടനായിട്ടുള്ള നകുഷൻ ബ്രാഹ്മണരെ ദ്രോഹിച്ചും പാപം ചെയ്തും അഗസ്ത്യശാപം ഏറ്റ് അധപതിച്ച് നശിച്ചു പോയതുപോലെ നിന്റെ ശത്രുക്കളായിട്ടുള്ള ദുഷ്ടന്മാരൊക്കെ നശിച്ചു പോകും. അങ്ങ് ഭരിക്കുന്ന ഈ ഭൂമിയൊക്കെ വാഴും. സഹോദരന്മാരും ദ്രൗപദിയും ചേർന്ന് അങ്ങ് വിജയലക്ഷ്മിയോടെ സുഖമായി വസിക്കും. ഈ ഇന്ദ്രിയവിജയത വേദത്തിന് തുല്യമാണ്. ശത്രുക്കളെ തോൽപ്പിച്ച് ജയം നേടാൻ ആഗ്രഹിക്കുന്ന രാജാക്കന്മാർ കേൾക്കേണ്ട കഥയാണിത്. അതുകൊണ്ടാണ് ഈ വിജയകഥ ഞാൻ അങ്ങോട് പറഞ്ഞത്. ഈ കഥ സ്തുതിക്കുന്നവർ മഹാത്മാക്കളും കരുത്തരും ഉത്സാഹശാലികളുമായി വളരും. ദുര്യോധനൻ ചെയ്ത തെറ്റുകൾ കാരണവും ഭീമൻ്റെ കരുത്തുകൊണ്ടും എല്ലാ ക്ഷത്രിയന്മാരും നശിക്കാൻ പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഇന്ദ്രവിജയകഥ മനസ്സിരുത്തി പഠിക്കുന്നവർ പാപങ്ങൾ നീങ്ങി സ്വർഗം നേടുകയും ഈ ലോകത്തിലും പരലോകത്തിലും സുഖമായി ജീവിക്കുകയും ചെയ്യും. അവന് ശത്രുഭയം ഉണ്ടാവില്ല, സന്താനഭാഗ്യം ലഭിക്കും, ആപത്തുകളൊന്നും അവനെ ബാധിക്കുകയില്ല, ദീർഘായുസ്സമുണ്ടാവും, അവനെ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാവും, ഒരിടത്തും തോൽക്കുകയില്ല. ഇപ്രകാരം ശല്യർ രാജാവിനെ ആശ്വസിപ്പിച്ചു. ശല്യൻ്റെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ അദ്ദേഹത്തെ വിധിപ്രകാരം ആദരിച്ചു. തുടർന്ന് മദ്ര രാജാവായിട്ടുള്ള ശല്യനോട് യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു: അമ്മാവാ, അങ്ങ് കർണൻ്റെ തേരാളിയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കർണൻ്റെ ആത്മവീര്യം കെടുത്തുവാൻ അർജുനെ അങ്ങ് പൂഴ്ത്തി സംസാരിക്കണം. ശല്യർ പറഞ്ഞു: ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ പറയുന്നത് പോലെ എല്ലാം ചെയ്യാം. അങ്ങയുടെ നന്മയ്ക്കായി മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. പിന്നെ യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞ് മദ്രരാജാവായിട്ടുള്ള ശല്യൻ തൻ്റെ വലിയ സൈന്യത്തോടൊപ്പം ദുര്യോധനൻ്റെ അടുത്തേക്ക് പോയി. ഇന്നൊരു നീണ്ട എപ്പിസോഡായിരുന്നു. എന്തായാലും എന്നോടൊപ്പം ക്ഷമയോട് കൂടിയിട്ട് കേട്ടുകൊണ്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നമസ്കാരം.